ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനച്ചാറ് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂറിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മീൻ നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇനി കുറച്ച് കടുകും വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവ വറുത്ത് പൊടിച്ച പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണക്കം മാറി വരുന്ന സമയത്ത് അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഫിഷ് ഫ്രൈ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ആക്കി എടുക്കാം. ഫൈനലായിട്ട് ആവശ്യത്തിനുള്ള വിനാഗിരിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് വയനാടൻ ബ്യൂട്ടി ചാനൽ ഒന്ന് ഫോളോ ചെയ്യൂ.